ഗൈസ്, ഇത് വെറും ഒരു വ്ളോഗല്ല, എൻ്റെ ലൈഫിലെ ചെറിയൊരു അധ്യായമാണ്. ഇന്ന് ഒരുപാട് ഡേയ്സ് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. കുഞ്ഞുവാവ വന്നേ പിന്നെ കറങ്ങാൻ പോക്കൊക്കെ കുറവാണ്. ബിക്കോസ് ഇവൻ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാവയ്ക്ക് വീട്ടിൽ തന്നെയാണ് ഇഷ്ടം. സോ പുറത്തു പോയാൽ ഭയങ്കര വഴക്കാണ്. ഈ വഴക്കൊഴിവാക്കാൻ വീട്ടിൽ തന്നെ ബെറ്ററാന്ന് തോന്നും. ഇവനെയും എന്നെ എൻ്റെ മൂത്ത കുട്ടിയെ പോലെ കറങ്ങി അടിച്ച് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാക്കി മാറ്റണം. പിന്നെ അമ്മയായി പിന്നെ കൂടുതലും ടീഷർട്ട്സും പാൻസും ലൂസ് ഡ്രസ്സും ഒക്കെയാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഫീഡ് ചെയ്യാനും അതേപോലെ നമുക്കൊരു കംഫർട്ടബിളായി തോന്നാനും ഈ ഡ്രസ്സ് തന്നെയാണ് നല്ലത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കംഫർട്ടാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കഥ ഓർമ്മ വന്നത്. ഞാൻ ചെറുപ്പത്തിൽ കൂടുതലും ജീൻസും ട്രൗസേഴ്സും ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ പപ്പയ്ക്ക് ഞാൻ പെൺകുട്ടികളെ പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഈവൻ എൻ്റെ മുടി പോലും ബോയ് കട്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ പുതിയ ടീച്ചേഴ്സൊക്കെ വരുമ്പം ഞാൻ ബോയ് ആണോ ഗേൾ ആണോ എന്ന് കൺഫ്യൂസായി നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും ഒരു മാറ്ററേ ആയിരുന്നില്ല. പിന്നെ അവൻ വന്നു. ആരാന്നോ? നമ്മുടെ ടീനേജ്, ആ പ്രായം വന്നു. 9th ക്ലാസ്സിൽ എനിക്ക് ഫസ്റ്റ് പീരിയഡ്സ് വന്നു. അത് കഴിഞ്ഞ് പെൺപിള്ളാരെ പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങി. 10th വരെ കംപ്ലീറ്റ് ബോയ് ലുക്കിൽ നടന്ന ഞാൻ 10th ഫൈനൽ എക്സാം ആയപ്പോൾ ഈ യൂണിഫോം വേണ്ട, ഈ ട്രൗസേഴ്സും കാര്യങ്ങളും ഒന്നും വേണ്ട, സ്കേർട്ട് മതി എന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കി തുടങ്ങി. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ എക്സാം സെൻറ്റർ വേറൊരു സ്കൂളിലായിരുന്നു. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ട്രൗസേഴ്സിൽ വന്ന ആൾക്കാർ കളിയാക്കുമോ, അവിടുത്തെ പിള്ളേർ എന്നെ കളിയാക്കുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു ഈ ഡിസിഷൻ എടുത്തത്. അങ്ങനെ 10th ഫൈനൽ എക്സാം ആയപ്പോൾ വീട്ടുകാരോട് വഴക്കുണ്ടാക്കി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. എങ്ങനെയുണ്ട്? അതങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു പ്രായമായിരുന്നു കേട്ടോ. അന്ന് മനസ്സിലായി ഒരു പെണ്ണിനെ ആണാക്കിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആ ഒരു പ്രായം അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ടൈമിലെ ഇൻസെക്യൂരിറ്റീസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ലുക്കിനെ പറ്റിയും എല്ലാം. ഇന്നത്തെ ഡിന്നറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വന്ന കോട്ടയത്തെ പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ്. ശരിക്കും ഒരു ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഒരു കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്ത ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും വിത്ത് നാനായിരുന്നു. പിന്നെ കുഞ്ഞുള്ള അമ്മമാർക്കറിയാം അവരുടെ ഫുഡ് കഴിപ്പൊക്കെ എങ്ങനെയാണെന്ന്. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് ഈ വാവകളുണ്ടല്ലോ, കുറേ കലാപരിപാടികളൊക്കെ ഒപ്പിച്ചു വെക്കും അല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ള ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് റിയൽ തന്നെയാണ് കേട്ടോ. കൂടെയുള്ള ആളുകൾ സപ്പോർട്ടീവ് അല്ലെങ്കിൽ അമ്മമാർക്ക് ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയി മാറും. എത്ര ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ ഒരു പീരിയഡ് നമ്മൾ ഡിപ്പെൻഡായി പോവും. ബട്ട് അതേപോലെ തന്നെ ഈ ഒരു ഫേസ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. ഐ സല്യൂട്ട് ടു ദം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.